ഹലോ, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു പ്രാർത്ഥനയെക്കുറിച്ചാണ്. നമ്മളൊരു ദിവസം തുടങ്ങുമ്പോൾ നമ്മൾ ആ കഴിഞ്ഞുപോയ രാത്രിയിൽ നമ്മളെ പാലിച്ച ദൈവത്തോടും അതുപോലെ തന്നെ കഴിഞ്ഞുപോയ ദിവസങ്ങൾ നമ്മൾ പാലിച്ച ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് രാവിലെ നമ്മൾ എണീച്ച് ഈശോയ്ക്ക് ഒരു നന്ദി പറയുന്ന രീതിയിലുള്ള ഒരു പ്രാർത്ഥനയാണ് ഈ ഒരു പ്രാർത്ഥന. ഒത്തിരി അർത്ഥവത്തോടെ ഒരു പ്രാർത്ഥനയാണ് കേട്ടോ ഇത്. സോ നിങ്ങൾക്കെല്ലാം അവസരം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സമയം കിട്ടിയാൽ ഈ ഒരു പ്രാർത്ഥന രാവിലെ എണീക്കുമ്പോൾ ചൊല്ലുന്നത് വളരെ നല്ലതായിരിക്കും. നമുക്ക് സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കഴിഞ്ഞു പോയ രാത്രിയിൽ അല്ലെങ്കിൽ കഴിഞ്ഞു പോയ ദിവസത്തെ എല്ലാ കാര്യങ്ങളും ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ മുന്നിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രെയറാണ്. ഇത്രയും നല്ലൊരു രാത്രി നൽകി എന്നെ എനിക്ക് നൽകിയതിനെ ഓർത്ത് നമ്മൾ അല്ലെങ്കിൽ നമുക്ക് നൽകിയതിനെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയുന്നതും ആ ഒരു പ്രഭാതത്തെ സംബന്ധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് കേട്ടോ. വളരെ നല്ലൊരു പ്രാർത്ഥനയാണ് ഈ ഒരു പ്രാർത്ഥന. ഈ ഒരു പ്രാർത്ഥന ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ആക്ച്വലി നല്ലൊരു പ്രാർത്ഥനയാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്കൊക്കെ ചെല്ലാവുന്ന ഒരു പ്രാർത്ഥന കേട്ടോ. പ്രഭാത പ്രാർത്ഥനയാണിത്. എന്റെ ക്രൂശിതനായ ഈശോയെ, എന്റെ ബലവും ശക്തിയും കോട്ടവുമായ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ഇടയവനുമായവനെ, ഈ പ്രഭാതത്തിൽ അങ്ങ് എന്നെ വിളിച്ചുണർത്തിയതിനെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. നമ്മളെ ഓരോരുത്തരും നമ്മൾ കിടന്നുറങ്ങി, നമ്മൾ നല്ല സ്വപ്നങ്ങൾ കണ്ടു, അല്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ഉറങ്ങാൻ നമുക്ക് സാധിച്ചു അല്ലെ, ആ ഒരു പ്രഭാതം കാണുവാൻ നമുക്ക് സാധിച്ചു. അതിനെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയുന്ന ഒരു പ്രാർത്ഥനയാണ്. അങ്ങിന്ന് എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന എല്ലാ നന്മകളും പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ ഏറ്റെടുക്കുന്നു. നന്മയെ അല്ലാതെ ഒന്നും അങ്ങ് എന്നിലേക്ക് ഒഴുക്കി വിടില്ലെന്ന് ഓർത്തുകൊണ്ട് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അതിനാൽ എൻ്റെ എല്ലാ തീരുമാനങ്ങളും എൻ്റെ വഴികാട്ടിയായി എന്ന് എൻ്റെ എൻ്റെ മുൻപേ പോകാൻ അങ്ങയോട് ഞാൻ ആവശ്യപ്പെടുന്നു. അങ്ങയുടെ പഴുതുകളുള്ള കരങ്ങളാൽ എന്നെ ചേർത്ത് പിടിക്കണമേ. എൻ്റെ ഇന്നത്തെ ദിവസം ഓരോ മണിക്കൂറും കടന്നു പോകുമ്പോൾ അങ്ങ് എന്നെ ശക്തിയും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ. എൻ്റെ സങ്കടങ്ങൾക്കിടയിലും സന്തോഷിക്കാനുള്ള വക എനിക്കായി അങ്ങ് നൽകണമേ. ദിവസത്തിന്റെ ആരംഭം മുതൽ അങ്ങയുടെ സംരക്ഷണവും സഹായവും എനിക്ക് നൽകണമേ. എന്നെ സഹായിക്കാനും എനിക്ക് ആശ്വാസം നൽകുവാനും സദാ എന്നോടൊപ്പം ഉണ്ടായിരിക്കണമേ. ഈ ദിവസം മുഴുവനും അങ്ങയുടെ സാന്നിധ്യം എൻ്റെ ആത്മാവിനെ നിറയ്ക്കണമേ എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. ഈശോയോടുള്ള നന്ദി പറയുന്ന പ്രാർത്ഥന. അപ്പം അവസരം കിട്ടുന്നവരൊക്കെ ഈ ഒരു പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിരിക്കും. മോർണിംഗിൽ എല്ലാ ദിവസവും ഇത് എണീക്കുന്ന സമയത്ത് ഈ ഒരു പ്രാർത്ഥന ചൊല്ലിയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ഉണ്ടാകാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ നമ്മൾ വർക്കിനെ ഓർത്ത് കഷ്ടപ്പെടുന്നവരായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ചിന്തകളെ ഓർത്ത് കഷ്ടപ്പെടുന്നവരായിരിക്കും, എങ്ങനെ ഒരു ദിവസം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് കഷ്ടപ്പെടുന്നവരായിരിക്കും, മാനസികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ കുടുംബത്തെ ഓർത്ത് കഷ്ടപ്പെടുന്നത്. അങ്ങനെ ഒത്തിരി പല പ്രശ്നങ്ങളിലൂടെയും കടന്നു പോയിട്ടാണ് നമ്മൾ രാത്രി കടന്നു ഉറങ്ങി നമ്മൾ രാവിലെ എണീക്കുന്നത് അല്ലെ. ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെ ഒക്കെ കടന്നു പോകുന്ന ആളുകളാവാം. അപ്പം നല്ലൊരു പ്രഭാതം കിട്ടുന്നതിന് വേണ്ടിയിട്ട്, നല്ല രീതിയിൽ ആ ഒരു ദിവസം മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ആ ഒരു ദിവസം നമ്മൾ എണീക്കാനായിട്ട് ഓർക്കുക. അപ്പോൾ ഈ ഒരു പ്രാർത്ഥന നല്ലൊരു യൂസ്ഫുൾ ആവട്ടെ എല്ലാവർക്കും. വളരെ നല്ലൊരു പ്രാർത്ഥനയാണ്. പ്രാർത്ഥന വേണ്ടവരൊക്കെ മെസ്സേജ് ഇട്ട് ഞാൻ അയച്ചു തരാം. വളരെ നല്ലൊരു പ്രാർത്ഥനയാണ് കേട്ടോ.